വളരെ പ്രതീക്ഷയിൽ റോയൽസ് ആരംഭിച്ച മാച്ച് അങ്ങനെ റോയൽസിന്റെ കൈവിട്ട് പോകുന്ന കാഴ്ചയും കണ്ടു. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ 44 റൺസിന്റെ തോൽവിയാണ് രാജസ്ഥാൻ റോയൽസിന് സംഭവിച്ചിരിക്കുന്നത്. ആദ്യ മത്സരത്തിൽ തന്നെ വമ്പൻ തോൽവി എന്നത് ആരാധകരെ ശരിക്കും നിരാശയിലാക്കി. 242 റൺസ് റോയൽസ് നേടുകയുണ്ടായി. എന്നാൽ 44 റൺസിനാണ് പരാജയപ്പെട്ടത്. മറുപടി ബാറ്റിംഗിൽ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ മുന്നിൽ നിന്ന് നയിച്ചു, ഒപ്പം ധ്രുവ് ജുറേലും. എന്നാൽ അതൊന്നും മതിയായില്ല 286 നല്ല രീതിയിൽ മത്സരം തുടങ്ങാൻ പോലും രാജസ്ഥാന് സാധിച്ചില്ല. 50-3 എന്ന നിലയിൽ നിന്നുമാണ് റോയൽസിനെ 261 റൺസിലേക്ക് സഞ്ജു ജുറൽ കൂട്ടുകെട്ടെത്തിച്ചത്. 111 റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇരുവരും ചേർന്ന് ഉണ്ടാക്കിയത്. അതാണ് മത്സരത്തിൽ ഏറെ നിർണായകമായതും. റൺ റേറ്റ് കുറയ്ക്കുന്നതിലാണ് രാജസ്ഥാൻ ഏറെ ശ്രദ്ധ ചെലുത്തിയത്. അതുകൊണ്ട് തുടക്കം മുതൽ ആക്രമിച്ച് കളിക്കുകയുണ്ടായി. സൺറൈസേഴ്സ് ഹൈദരാബാദിലെ ബൗളേഴ്സും ഒരുപാട് റൺസ് വഴങ്ങി. സിമ്രൻജിത് സിംഗും പാറ്റ് കമിൻസും ഏവരും അടിവാങ്ങി. ഹർഷൽ പട്ടേൽ 2 വിക്കറ്റ് എടുത്ത് മികച്ച രീതിയിൽ പന്തെറിയുകയുണ്ടായി. അഭിഷേക് ശർമ്മയും തരക്കേടുണ്ടായില്ല. മുഹമ്മദ് ഷമി 3 ഓവർ മാത്രമാണ് മത്സരത്തിലെറിഞ്ഞത്. ഇമ്പാക്ട് സഭയാണ് ആഡം സാംബ ടീമിലേക്ക് എത്തിയത്. മത്സരം ആരാധകരെ ശരിക്കും നിരാശയിലാക്കി. രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച രീതിയിൽ ആരംഭിക്കാമായിരുന്ന പ്രതീക്ഷയും പാളിയിരിക്കുകയാണ്. ടോസ് ലഭിച്ച് ആദ്യം ബൗൾ ചെയ്യാനുള്ള തീരുമാനം തന്നെ തെറ്റായിരുന്നു. അതേസമയം ക്യാപ്റ്റൻസിയുടെ പേരിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ റിയാൻ പരാഗിന് നേരെ ഉയരുകയാണ്. മോശം ബോളിംഗും മോശം ഫീൽഡിംഗുമെല്ലാം രാജസ്ഥാന്റെ തോൽവിയിൽ നിർണായകമായി. ജോഫ്ര ആർച്ചർ IPL ചരിത്രത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് സ്പെല്ലാണ് വഴങ്ങിയത്. 4 ഓവറിൽ 76 റൺസാണ് വിട്ടുകൊടുത്തത്. ഒപ്പം മറ്റ് ബോളർമാരും നിരാശപ്പെടുത്തിയത് രാജസ്ഥാനെ ശരിക്കും സമ്മർദ്ദത്തിലാക്കി.